അപ്പൊ ഉള്ളിൽ കയറാം. അവിടെ ഏച്ചി ഉണ്ട്, ഏച്ചിയോട് ചോദിച്ചു നോക്കാം. മധു പ്രശ്നേച്ചിയും ഇവിടെ വന്നതിന് ശേഷം 5 പേര് നമ്മുടെ നാട്ടുകാർ. അയാൾക്ക് വിവരം ഇല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിരി കഞ്ഞോളം എടുത്ത് കൊടുക്കണ്ട. അയാൾക്ക് കാറും കലക്കി കൊടുക്കും ഞാൻ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ നമ്മുടെ മഞ്ജു വാര്യർ ഏച്ചിയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ നമുക്ക് ആ കാഴ്ച നമുക്ക് കാണാം. പിന്നെ നമുക്ക് കല്യാടല്ല നമ്മളെ ഏട്ടനുണ്ട് കൂടെ. ഏട്ടനൊരു വെള്ളച്ചാട്ടത്തിന് കൂടെ പേര് പറഞ്ഞിരുന്നു. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എവിടെയാണ് വെള്ളച്ചാട്ടം? എവിടെയായിരുന്നത്? വെള്ളച്ചാട്ടം ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മുടെ കല്യാട് എന്ന് പറയുന്ന സ്ഥലത്ത് കലിക്കോട്ട് വെള്ളച്ചാട്ടം എന്ന് പറയാം. കലിക്കോട് കണ്ണൂർ ജില്ലയിൽ കല്യാട് ഗ്രാമത്തിലെ ഒരു വെള്ളച്ചാട്ടമാണ്. ഗ്രാമത്തിലെ വെള്ളച്ചാട്ടം കലിക്കോട് വെള്ളച്ചാട്ടം. കലിക്കോട് നല്ല അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. അപ്പൊ നമുക്ക് അത് പോയിട്ട് കാണാം. നമുക്ക് ആ കാഴ്ച കാണാം. കാഴ്ച കാണാം. പിന്നെ റീച്ചിന്റെ ആ വീടും പഠിച്ച സ്കൂളും ഒക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, നമുക്ക് ആ കാഴ്ചയിലേക്ക് അങ്ങ് പോവാം. ഓക്കെ, അതായത് കല്യാട് ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം കലിക്കോട്ട് വെള്ളച്ചാട്ടം പറയും. കലിക്കോട്. ഓക്കെ, നമുക്ക് താഴേക്ക് പോകാം ചേട്ടാ. കാല് വഴിയില്ലെങ്കിൽ തിരിച്ചു വരാം. ഓക്കെ, കാല് വഴിയില്ലെങ്കിൽ നോക്കണം. മെല്ലെ നോക്കണേ. ഓക്കെ. ആദ്യമായിട്ട് വരുന്നതായോണ്ട് അതേല്ലേ? നോക്കാം. ഞാൻ വന്നിട്ടുണ്ട്. ഓക്കെ. നോക്കണം ചോദിച്ചടാ. മെല്ല. പ്രകൃതിദത്തമായ വള്ളിയുണ്ട്. ഞാൻ അങ്ങോട്ട് പോവാൻ കുറച്ച് റിസ്ക് ഏരിയ. അതൊക്കെ നമുക്ക് വള്ളി. അങ്ങോട്ടല്ല ഒഴുക്കല്ലേ? അങ്ങോട്ടല്ല. അവിടെ പോയപ്പോ നമ്മൾ പീസ് തരുന്നതാണോ? ഓ, അതൊക്കെ ഡേഞ്ചറാണ്. അതെ. ഓക്കെ, അങ്ങനെ നമ്മളെ രൂപേഷായിട്ട് കാലൊക്കെ എല്ലാവരും ഇവിടെ ഒന്നും കുഴപ്പമില്ല അല്ലേ? നോക്കണം. മെല്ല രൂപേഷേട്ടാ. മെല്ല. ഇത് വിളിച്ചോ. വള്ളി പിടിച്ചോ. പ്രകൃതിദത്തമായ പിടിവള്ളി. ഓക്കെ, ഭയങ്കര അതാ നല്ല അടിപൊളി. നമുക്ക് വണ്ടിയൊക്കെ പിടിച്ചിട്ട് പോകാൻ. നമ്മളിങ്ങനെ വള്ളിയൊക്കെ പിടിക്കുകയാണ്. പറയാനുള്ളത് പറഞ്ഞോ. അങ്ങനെ ഒരു അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. ഭയങ്കര ഡേഞ്ചറാണ്. സ്കൂൾ കുട്ടികൾ കോളേജ് നാട്ടുകാർ ഇവിടെ ഇറങ്ങാൻ വിടാറില്ല.
വഴുക്കായുണ്ട് നമുക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ കിട്ടില്ല. അത് കിടക്കും. അതൊന്ന് കാണിക്കാം. ഓക്കെ, ഇതാണ് ഏരിയ. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഓക്കെ ഓക്കെ. അങ്ങനെ കരിക്കോട് വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കണ്ട് നമ്മളെ അടുത്ത യാത്രയിലേക്ക് അങ്ങ് പോയി. നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ നമ്മുടെ സ്വന്തം മഞ്ജു വാര്യർ ചേച്ചിയുടെ വീട്ടിലേക്കും പിന്നെ പഠിച്ച സ്കൂള്, ആ കാഴ്ചയിലേക്ക് നമുക്ക് ഇനി അടുത്ത് നമുക്ക് പോവാം. പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിനി കല്യാണം ഇനി മഞ്ജു വാര്യർ ചേച്ചി വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഉള്ളത് നമ്മുടെ മഞ്ജു ചേച്ചി പഠിച്ച, നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു ചേച്ചി പഠിച്ച സ്കൂളിൻ്റെ ഫ്രണ്ടിലാണുള്ളത്. ഇവിടെയാണ് മഞ്ജു ചേച്ചി 9-10 പഠനം പൂർത്തിയാക്കിയത്. ഇവിടെയാണ്, ഈ സ്കൂളിൽ വെച്ചിട്ടാണ്. ഈ സ്കൂളിൽ നിന്ന് കളിച്ചു വളർന്നതാണ്. ഇവിടെ ഈ ഏരിയയിലൊക്കെ കളിച്ചു വളർന്നത്. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങ് വരാം. ഇനി വീടുണ്ട്. ഇവിടെ അടുത്താണെന്നാണ് പറഞ്ഞത്. ചോദിച്ചെടുത്ത് എല്ലാവരും പറഞ്ഞത് ഇവിടെ അടുത്താണെന്നാണ് പറഞ്ഞത്. നമുക്ക് ആ വീടും കൂടെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതിനടുത്താന്ന് പറഞ്ഞത്. നമുക്കങ്ങനെ ചോദിച്ച് പോവാം. ആളുണ്ടെങ്കിൽ ആളെ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് വീടും പരിസരം മൊത്തം കണ്ടിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഓക്കെ. മഞ്ജു വാര്യർ ഇവിടെ വന്നിട്ടാ? മഞ്ജു വാര്യർ നമ്മളെ ആക്ട്രസ്, അത് എവിടെയാണ്? ഇത് ഇവിടുന്ന് ഇങ്ങനെ ഒരു കട്ടർ റോഡ് ഉണ്ട്. എങ്ങനെ ഇവിടുന്ന് നേരെ തന്നെയാ? നേരെ പോവാ പെട്രോൾ പമ്പിന് എവിടെയാ? ഇവിടെ ആ ഒരു കാർ വെച്ചിട്ടുണ്ട്. ആ കാർ വെച്ചിട്ടുണ്ട് അപ്പുറത്തല്ലേ? ആ ഓക്കെ. അപ്പോൾ ഐശ്വര്യ എന്നാണ് വീടിൻ്റെ പേര് പറഞ്ഞത്. നമുക്കൊന്ന് അങ്ങോട്ടേക്കൊന്ന് പോവാം. ഓക്കെ. അപ്പോൾ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ഏട്ടൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇത് തന്നെയാണ് വീട്. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഏതായാലും ഒന്ന് കൺഫേം ചെയ്യണമല്ലോ. ഒന്ന് ഇത് തന്നെയാണ് വീടെന്ന് കൺഫേം ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്കങ്ങ് കാണാം. അപ്പോൾ ഉള്ളിൽ കയറാം. അവിടെ ഏച്ചിയുണ്ട്. ഏച്ചിയോട് ചോദിച്ചു നോക്കാം. മഞ്ജു വാര്യർ ഏച്ചിൻ്റെ വീട് തന്നെയാണ്. നമുക്ക് കൺഫേം ആക്കണം. കൺഫേം ആക്കിയിട്ട് ഏച്ചി സുഖാണോ? സുഖം തന്നെയാ. വീട് ഇതല്ലേ? മഞ്ജു വാര്യറിന്റെ വീട് ഇതല്ലേ? പണ്ട് താമസിച്ചത് അല്ലേ? ആ ഓക്കെ. നമുക്ക് പ്രേക്ഷകർക്ക് അറിയണം, നമുക്ക് അത് ആണോ എന്നുള്ളത് അറിയാമല്ലോ. ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയില്ല. അങ്ങനെ അറിയാം? ആളെല്ലാം വിളിക്കാറെല്ലാം ഉണ്ടോ? അമ്മയെല്ലാം മെസ്സേജ് അയക്കല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയുള്ളൊരു ബന്ധം. എങ്ങനെ ആദ്യമുള്ള പരിചയം ആണോ? അല്ല ആദ്യം പണ്ടേ ഉള്ള പരിചയമാണോ? അല്ല, ഇവിടെ താമസിച്ചുള്ള ആ തറവാട് അപ്പുറത്തല്ലേ? ആ ഓക്കെ ഓക്കെ. അച്ഛൻ തന്ന സ്ഥലത്ത് ഞാൻ വീട് വെച്ചു. റെന്റിന് വന്ന് താമസിച്ചു. ഓ അങ്ങനെ. ആ അവര് റെന്റിന് വന്ന് താമസിച്ചല്ലേ? ഓക്കെ ഓക്കെ.
അവരപ്പോ എത്ര വർഷം ഉണ്ടായിരുന്നു ഇവിടെ? അധികം നാള് താമസിച്ചില്ല, ഒരു വർഷം. ഒരു വർഷം കൂടി ഉണ്ടാവുന്നല്ലേ? ഓക്കെ. അപ്പൊ രണ്ടാമത്തെ വർഷത്തേക്ക് പോയി. അപ്പൊ ഇവിടുത്തെ ഹൈസ്കൂളല്ലേ പഠിച്ചല്ലേ? വിദ്യാഭ്യാസം പഠിച്ചതല്ലേ? പിന്നെ ചിന്മയില് 11th പോയി. 11th അതെവിടെ സ്കൂൾ വരുന്ന? സ്കൂൾ ചിന്മയ തളാപ്പില്. തളാപ്പില്ല. തളാപ്പ് ഞാൻ കുറെ സ്ഥലത്ത് ഞാൻ ചോദിച്ചു, ഇത് ആ സ്കൂൾ ഞാൻ കണ്ടിട്ടില്ല. എല്ലാരും അവിടെ ഉണ്ട്, അവിടെ പഠിച്ചിരുന്നു പറഞ്ഞു. ചിന്മയില് തളാപ്പ് അമ്പലത്തിലേക്ക് പോകില്ല. തളാപ്പ് അമ്പലത്തിലെടുക്കാം. അമ്പലത്തിലെടുത്ത് എങ്ങോട്ടേക്ക് വരുവാ? അമ്പലത്തിൽ എത്തണ്ട, അതിന് മുന്നേ ഇടത്തോട്ട് തിരിയുമ്പോ അത് തന്നെ സ്കൂൾ. ഇടത്തോട്ട് തിരിയുമ്പോ അല്ലേ? ഓക്കെ. ഫസ്റ്റ് ഇടത്തോട്ട് തിരിയുമ്പോ. അപ്പൊ ഞാൻ ചോദിച്ചു കൊറേ കറങ്ങി കൊറേ സ്ഥലങ്ങൾ കറങ്ങി. എന്ന് വെച്ചാല് ഇവിടെ വീട് ആർക്കും ശരിക്കും അറിയുന്നില്ല. ഇത് ആദ്യമുള്ള പേര് ആദ്യം ഉള്ളത് ഐശ്വര്യ. താമസിക്കുന്നതാണ് ദീപം. ഐശ്വര്യനും മോള് താമസിക്കുന്നത് അല്ലേ? ഇത് മോള് ഐശ്വര്യനും മോള് താമസിക്കുന്ന ദീപം. എറണാകുളമായിരുന്നു. അപ്പൊ ഇവിടെ വരുമ്പോ ഇവിടെ താമസിക്കും. അവര് താഴെ മോള് ഇളയ മോളെ കൂടെയാണ് പഠിച്ചത്. ഇളയ മോളെ കൂടെയാ പഠിച്ചത് അല്ലേ? അതെ, ഒരുമിച്ചിട്ട്. ഇളയ മോളിപ്പം ദുബായിലല്ലേ? അങ്ങനെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു. ഇവിടുന്ന് 11th പഠിക്കുമ്പോഴാണ് പോയത്. അപ്പൊ അമ്മ ഇതിന്റെ അടുത്തായിട്ട് വന്നായിരുന്നു ഇവിടെ? അമ്മ ഇവിടെയല്ലേ ഉള്ളൂ. അങ്ങനല്ല, അച്ഛനും അമ്മയും ആങ്ങളെയും മധു. മധു. എല്ലാരും ഇവിടെയായിരുന്നു. ഇവിടെ തന്നെയായിരുന്നു. അല്ല, അടുത്തങ്ങനെ വന്ന് ഇങ്ങോട്ടേക്ക് വന്നിരുന്നു? ഇല്ല. മഞ്ജുവിന്റെ അമ്മ പയ്യന്നൂര് പോകുമ്പോ ഇങ്ങോട്ട് ഒന്ന് കേറും, വന്ന് വരും. മോള് 9-10 ഹൈസ്കൂളിലൂടെ സ്കൂൾ ബസ്സിന് പോകും. സ്കൂൾ ബസ്സല്ല, മറ്റേ പ്രൈവറ്റ് ബസ്സില്ല. പ്രൈവറ്റ് ബസ്സിന്. പിന്നെ ചില സമയം അങ്കിള് ഇവിടെ ഉള്ളവരെ കൊണ്ടുവിടും അല്ലേ? അങ്ങനെ. ഇത് ആർക്കും അറിയാത്തൊരു ഇതാ, അതുകൊണ്ടാണ് ഞാൻ വെച്ചാല് ഈ ഒരു വിഷയം ആർക്കും ഇവിടെ നിന്നതൊന്നും വലിയൊരു അറിയുന്നില്ല, ആരും അറിയില്ല. മഞ്ജുവിന്റെ അച്ഛനെ ഇവിടെ ഉള്ള ദിവസം എന്റെ 2 മക്കളെയും മഞ്ജുവിനും എന്റെ മോളെയും മഞ്ജേഷിയും കൂടെ പോകും അല്ലേ? അല്ലാതെ പ്രൈവറ്റ് ബസ്സിൽ അല്ലേ? രണ്ടാളും പോകും. അല്ല, എന്നിട്ട് നമ്മള് ഈ ഡാൻസും ഈ ഇതെല്ലാം പഠിച്ചിരുന്നു. മഞ്ജു ചേച്ചി അവിടെ പഠിച്ചിട്ടായിരുന്നു ഡാൻസും കാര്യങ്ങളൊക്കെ? അത് എവിടെയാണ്? പയ്യന്നൂർ കൃഷ്ണൻ മാഷ് കൂട്ടിൽ അല്ലേ? അത് നമുക്ക് പിന്നെ ദിവസം കാണിക്കാം. പയ്യന്നൂർ കൃഷ്ണൻ മാഷ് കൂട്ടിൽ അല്ലേ? അങ്ങനെ ഇപ്പോഴും ഇല്ല. ഡാൻസ് ഒക്കെ പഠിച്ചത്. അന്നേരം ചേച്ചിന്റെ മോളും മഞ്ജു എല്ലാം ഒരുമിച്ച് സ്കൂൾ പഠിപ്പ് മാത്രം ഒരുമിച്ചിട്ട് പിന്നെ ചേച്ചി ഒറ്റക്കന്നെ? അവർക്ക് ഡാൻസിന്റെ ഇതെല്ലാം വേറെ. മോള് സ്കൂളിൽ പോകുമ്പോ ഒന്നിച്ച് വരുവാ, അത്രേ ഉള്ളൂ. ഒരുമിച്ചിട്ടല്ലേ? പിന്നെ അങ്ങനെ കാര്യങ്ങള് വേറെ വിശേഷമായിട്ടൊന്നുമില്ല. മോളെ അച്ഛൻ മരിച്ചിട്ടും മഞ്ജു ഇവിടെ താമസിച്ചല്ല. അല്ല, അച്ഛൻ ഇവിടെ എന്തോ വർക്ക് ഉണ്ടായിട്ടില്ല? ഇവിടെ എന്തോ ജോലി ഉണ്ടായിട്ടില്ല മഞ്ജുവിന്റെ അച്ഛൻ? ഇവിടെ തന്നെയാ? അത് ഇവിടെ താണക്കല്ലേ? ഇപ്പോഴും കട എവിടെ ഉണ്ടോ? ഇപ്പോഴും ആ കടയുണ്ടോ? ഓഫീസ് ഇപ്പോഴും ഉണ്ടല്ലേ? അതിന്റെ ആളാ ഇപ്പൊ അങ്ങോട്ട് പോയത്. അയ്യോ, ഉല്ലാസം അല്ലേ? അത് വീട് ഞാൻ പറഞ്ഞുതരാം. ഇതിലെ പോയിട്ട് ഫസ്റ്റ് ഗേറ്റ് അല്ലേ? ആ ഒരു വിഷയം എനിക്ക് പൂർത്തിയായി. ഓക്കെ, വളരെ നന്ദി. ഓക്കെ, താങ്ക് യു കേട്ടോ. വേറെ ഇനിയൊന്നും പറയാനും ചോദിക്കാനൊന്നും ഇല്ല. ഓക്കെ, ബൈ. പിന്നെ താമസിക്കുന്നിടത്തോളം നമ്മള് നല്ല പിന്നെ അങ്ങനെയാണല്ലോ ഒരു വീട്ടില്. അങ്ങനെ നല്ല. പിന്നെ അങ്ങനെ പോയിട്ടില്ലെന്ന് പറയില്ല. നമ്മള് തൃശ്ശൂർ എന്റെ ഇളയ മോള് അവിടെ ഉള്ളപ്പോ അവിടെ നിന്ന് പോയിട്ടുണ്ട്. അങ്കിളിനെ കാണാൻ പോയിട്ടുണ്ട്. അങ്കിള് സുഖമില്ലാണ്ട് ആയതല്ല, കാണാനൊക്കെ പോയിട്ടുണ്ട്. അല്ലാതെ ഒന്നുമില്ല. ഓക്കെ, എന്നാലും ഞാൻ വീട് കണ്ടോണ്ട് വളരെ സന്തോഷം. വീട് കണ്ടോണ്ട് അത്ര സന്തോഷം. ഓക്കെ. മഞ്ജു വാര്യർ അച്ഛൻ എന്ന് പറഞ്ഞാൽ ശക്തി ഫിനാൻസ് എന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ ലിമിറ്റഡ് കമ്പനിയാണ്. വെഹിക്കിൾ ഫിനാൻസ് കമ്പനീന്റെ കണ്ണൂർ ബ്രാഞ്ച് മാനേജർ. അങ്ങനെ സാർ കണ്ണൂർ ബ്രാഞ്ച് മാനേജർ, ഞാൻ അതിൽ സാർ ഇന്റർവ്യൂ ചെയ്ത് ജോയിൻ ചെയ്തു. അപ്പം സാർക്ക് ഒരു വീട് വാടക വേണമെന്ന് പറഞ്ഞപ്പോ ഞാനാണ് ഈ ഐശ്വര്യ എന്ന് പറഞ്ഞ വീട്ടിൽ ഈ വീട് ഏട്ടന് എടുത്തു കൊടുത്തത്. അല്ലല്ല, വാടക എടുത്തു കൊടുത്തേ. പിന്നെ പ്രശ്നേച്ചിയും ഇവിടെ വന്നതിന് ശേഷം മഞ്ജു വാര്യർ നമ്മുടെ നാട്ടുകാർ നമ്മളെ കണ്ണൂർക്കാരായി കലാതിലകാലായത് സിനിമയിലേക്ക് പോയതൊക്കെ ഈ വീട്ടിൽ. അങ്ങനെ
അതുകൊണ്ട് ഭയങ്കര ഇത് തന്നെയാണ്. പക്ഷേ ഈ വീട് ഒരു ഭയങ്കര ഐശ്വര്യമുള്ള വീട് തന്നെ, ഐശ്വര്യമുള്ള വീട്, നമ്മൾ ഐശ്വര്യം എന്ന് പറയില്ല. അതെ. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും മനുഷ്യനെ പറ്റിയോ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ? ഭയങ്കര ഒരു എക്സ്ട്രാ ഓർഡിനറി ആളെ പഠിക്കുമ്പോൾ തന്നെ നല്ല എല്ലാത്തിലും കലയിൽ, പാട്ടിലായിക്കോട്ടെ, ഡാൻസിലായിക്കോട്ടെ, എല്ലാം പഠിപ്പിലും നല്ല CBSE സ്കൂളിൽ ഈ സ്കൂൾ യുവജനോത്സവത്തിന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നേരം കുട്ടീനെ മഞ്ജു വാര്യർ ഈ ചൊവ്വായ സ്കൂളിലേക്ക് മാറ്റിയിട്ടാണ്, സ്റ്റേറ്റ് സിലബസിലേക്ക് മാറ്റിയിട്ടാണ് കലാതിലകം അത്രയും കൂടി എഫേർട്ട് എടുത്ത ആളാണ് അച്ഛനാന്നുള്ള വിജയത്തിന്റെ പിന്നിലല്ലോ. പഠിക്കുന്ന സമയത്ത് ഈ ഡാൻസ് ഇങ്ങനത്തെ പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ സാർ ലീവായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് പിന്നെ കൂടെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ മാനേജർ എന്നുള്ള നിലയിലും നമ്മളെല്ലാം ഒരു എക്സ്പേർട്ട് ആകുന്നത് സാറിന്റെ അടുത്തുള്ള സാറിന്റെ എക്സ്പീരിയൻസ് അത്ര ഭയങ്കര ഒരു മനുഷ്യനാണ്. അങ്ങനെയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ആള് കാണുമെന്ന് ഉദ്ദേശിക്കുന്നു. ആള് കണ്ടിട്ടെങ്കിൽ ഓക്കെ. വേറെ എന്തെങ്കിലും അച്ഛനെ പറ്റിയോ അല്ല വേറെ എന്തെങ്കിലും പറയാൻ കാര്യങ്ങളൊന്നും? അത്രേ ഉള്ളൂ. ഓക്കെ. പഠിച്ച സ്കൂള് എവിടെയാ വരുന്നത്? ബാലഭവനിലല്ലേ? അത് എവിടെയാ അങ്ങോട്ടൊക്കെ വരുവാ? ഇവിടുന്ന് ഒരു 200 മീറ്റർ അപ്പുറം അമ്പിളി തിയേറ്ററിന്റെ എടുക്കാം. അമ്പിളി തിയേറ്ററാ? ഞാൻ കുറെ ആൾക്കാർ ചോദിച്ചു, അവർക്കും ഒന്നും ആർക്കും എവിടെയാന്ന് അറിയുന്നില്ല. അമ്പിളി തിയേറ്റർ മാറി അത് ലിബർട്ടിയാണ്, അതുകൊണ്ടായിരിക്കും പെട്ടെന്ന് ആയിരിക്കും കിട്ടാത്തത്. പിന്നെ 9 10 9 അവള് പിന്നെ ചൊവ്വ സ്കൂളിലേക്ക് മാറി. കാരണം CBSE സിലബസിന് കലോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റൂല. അപ്പം അത് ചൊവ്വ സ്റ്റേറ്റ് ഗവൺമെന്റ് സിലബസ്, അതുകൊണ്ട് അവിടത്തേക്ക് മാറി. എന്നിട്ട് 10th കഴിഞ്ഞാൽ +1 തിരിച്ച് സിനിമയിൽ തന്നെ വന്നു. ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ പകുതിക്കുന്ന പഠിപ്പ് മതിയാക്കി സിനിമ ഫീൽഡിലേക്ക് പോയി. ആദ്യകാലഘട്ടങ്ങൾ മൊത്തം ഇവിടെ തന്നെ ആയിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. സിനിമ ബാലഭവൻ അല്ലേ? ബാലഭവൻ ഇവിടെ നേരെ തന്നെ അല്ലേ? ഇവിടെ നേരെ തന്നെ. ഓക്കെ. അപ്പൊ ഞാൻ അങ്ങോട്ടൊന്ന് പോവാം, ഞാൻ ചോദിച്ചു പോവാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതാണ് മനുഷ്യജി 5 മുതൽ 9 വരെ പഠിച്ച സ്കൂള്. ഇതും കൂടെ കാണിച്ചിട്ട് ഒന്ന് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നേരെ ഇരുത്തി എന്ന് വെച്ചാൽ ക്യാമറേൻ്റെ ക്ലാരിറ്റിയൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഓക്കേ. അപ്പം മനുഷ്യച്ച് 5 മുതൽ 9 വരെ പഠിച്ച സ്കൂളാണ് ഈ ജന്മയ ബാലഭവൻ എന്നാണ് സ്കൂളിൻ്റെ പേര്. അപ്പോൾ ഇതുകൂടെ കാണിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അത് കാണിച്ചു. അപ്പോൾ എനിക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് കുത്തി പൊടിച്ചേക്കും. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോ കാത്തിരിക്കുമ്പോഴേക്കും ഓക്കെ, ബൈ ബൈ.